നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്രാ ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും, ധീമതാം ശ്രേഷ്ഠം താതോദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിക നീ, ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണവുമുച്ചേർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും, ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ താതാമാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിരെന്തയ്യോ ഭവാൻ. ഹാ ഹാ ഹതോഹമാനോ അനതോസ്മി മാമിനി, സ്നേഹേന ലാളിപ്പതരനുവാസരം ദേഹമെനിത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. മോഹമെനിക്കെനിയില്ല ജീവിക്കയിൽ, സീതയും സൗമിത്രി താനും ഔവണ്ണമേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ. രോദനം ചെയ്തു വീണിടിനാൻ ഭൂതലെ, തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൽത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ. മന്ദാകിനിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താൻ. പിണ്ടം മധുസഹിതേങ്കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കെന്നതും ഏതു സാധനം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ. വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ടദാനാനന്തരം തഥാ. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത, സ്നാനദാനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ. ഭരത രാഘവ സംവാദമാണ്. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ, ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം, അത്ഭുത വിക്രമാ നാദപ്രസീതമേ. മാതാപു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതൂ ദയാനിധേ.
ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാതായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്താപ്യ. രാഘവാനുത്സംഗമാരോപ്യ ചിത്തമോധേന പുണർന്നു ചൊല്ലിയിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമി താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതൂ ഭൂതലേ. ജന്മമൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ. മൂഢമാനസൻ സ്ത്രീചിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ. രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിന്നേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യായമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. എങ്കിൽ ഞാനും നിൻ തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിങ്കൽ നിന്ന് ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കൂ ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മൂഢനായിടോല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിങ്കൽ അയോധ്യയിൽ ഭൂമിവാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കൽ ഉള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടു ജനനീ ജനത്തോടു മന്ദമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കൂ വസിക്ക നീ. വന്നിടുമഗ്രജൻ താനുമനുജനും ദേവിയും 7 സംവത്സരാവതോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും. ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു ഭക്തിയാരകൂത്തമ സന്നിധൗ സാദരം. ഗത്വാ മുഹുർനമസ്ത്വാ സസോദരം പാതുകം ദേഹി രാജേന്ദ്രരാജ്യായ തേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ.
യാവത്താവഗമനം ദേവദേവമേ താവദ്ദേവനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്തമിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകം ഉത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിൻ അങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സൂതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂ. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്തിയാ വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും പാപേന ശത്രുഘ്നനും വ്രതത്തോടു ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായോരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യാധരിത്രീ സുതയുമായി അത്യുത്തമനായ സൗമിത്രിയോടുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അത്രി ആശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനേ. ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ. മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർക്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ചൊല്ലേഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധതപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതപോതന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജ. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമൂർക്കനീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായോരു വിശ്വമോഹനമായതുകൂലവും കുണ്ടലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൻ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം.
കാന്തി നിനക്കു കുറയായികൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടു ചെന്നു മഹാരാജധാനിയകമ്പുക്കൂ. നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചീടിനാൻ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനിത്രയും ശ്രീരാമനോടരുൾ ചെയ്തു. ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻ മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അദ്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാ ദേവിയോടരുളി ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ ശ്രീരാമാദികളെ കാണാൻ ഭരതനും പൗരജനങ്ങളും ഗുരുജനങ്ങളുമായി ശ്രീരാമനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ശ്രീരാമനെ കണ്ടതിന് ശേഷം ശ്രീരാമൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. മമ താതനു സൗഖ്യമല്ലി, എൻ്റെ അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറയാണ്, നിന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് രാമരാമേതി സീതേതി ലക്ഷ്മണേതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അച്ഛൻ മരിച്ച വാർത്ത ആ സമയത്താണ് ശ്രീരാമസ്വാമി അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്നത് ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചൂത്ത് കഴിച്ചു എന്നാണ്. അങ്ങനെ മന്ദാകിയുടെ തീരത്ത് വെച്ചാണ് ഇത് കേൾക്കുന്നത്. ആ കേൾക്കുന്ന സമയത്ത് തന്നെ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് പിണ്ടം മധുസഹിതം എന്നാണ് പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതോ. വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വരികളാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് പിതൃകർമ്മം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ തത്വമാണ് ഈ രണ്ട് വരികളിലൂടെ പറഞ്ഞു തരുന്നത്. എന്താണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പിതൃക്കൾക്ക് കൊടുക്കണമെന്നാണ്. ശ്രീരാമൻ കാട്ടിൽ നിന്ന് കായ്കനികളാണ് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മന്ദാകിനിയിൽ ഇറങ്ങി തിരിക്കുകയും അവിടെ നിന്ന് കുളിച്ചതിന് ശേഷം കായ്കനികൾ വെച്ച് കൊടുത്താണ് ശ്രീരാമൻ ദശരഥനെ അച്ഛനെ ആദ്യം പിതൃകർമ്മം ചെയ്യുന്നത്. ഈ പിതൃകർമ്മം ചെയ്യുന്നതിലൂടെ ഒരു തത്വം നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. പിതൃകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ് വളരെ വരികളിലൂടെ പറയുന്നുണ്ട്. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനാദനന്തരം പ്രാപിച്ചിത ശ്രമം അന്നുപവാസവും. ഈ പിതൃകർമ്മം ചെയ്ത ദിവസം ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ പിതൃകർമ്മം ബലികർമ്മം ചെയ്താൽ പിതൃകർമ്മം കഴിഞ്ഞു എന്നാണ്. പക്ഷെ അന്നത്തെ ദിവസവും കൂടി ഉപവാസം ചെയ്ത് അടുത്ത ദിവസം പ്രഭാതത്തിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തീർത്ഥം കുടിക്കുന്നതോടുകൂടിയ പിതൃകർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുള്ളൂ എന്നുള്ള വരികൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഭരത രാഘവ സംവാദമാണ്. അങ്ങനെ മഹാഭാഗനായ അല്ലയോ രാമചന്ദ്ര പ്രഭു, ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അഭിഷേകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് അയോധ്യയുടെ രാജാവായി മാറണം. തുടർന്ന് ഒരു ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് രാജ്യം പരിപാലിക്കുക, പ്രജകളെ പരിപാലിക്കുക, അതിലൂടെ കുടുംബജീവിതം നയിച്ച് ഒരു സന്താന പരമ്പരകളെ കണ്ട് ആ സന്താനത്തിലേക്ക് രാജ്യം കൊടുക്കുന്നതോടുകൂടിയ ക്ഷത്രിയ ധർമ്മം പൂർത്തിയാവും. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് രാജ്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീരാമൻ ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ മക്കൾ എപ്പോഴും ശ്രവിക്കണം, അത് പാലിക്കണം എന്നാണ് പറയുന്നത്. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നത് കാരണം. അതുകൊണ്ട് യാതൊരുത്തൻ ഏതൊരാളാണോ പിതൃവാക്യത്തെ ലംഘിക്കുന്നത്, അങ്ങനെ പിതൃവാക്യത്തെ ലംഘിക്കുന്ന ആൾ നീതിഹീനം വസിക്കും. ഈ ജീവിതത്തിൽ അയാൾ ജീവിച്ച് മരിച്ചതിനൊക്കുമോ ജീവിച്ചിരിക്കുമെന്ന് പറയാറുണ്ട്. അതിന് തുല്യമാണ് പിതൃവാക്യം കേൾക്കാണ്ടിരുന്നാൽ. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും പിതൃവാക്യം കേൾക്കണമെന്നൊരു തത്വം ശ്രീരാമൻ നമുക്കവിടെ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ധാരാളം തത്വങ്ങളിലൂടെയാണ് അവിടെ പോകുന്നത്. അങ്ങനെ സന്തോഷപൂർവ്വം 14 വർഷം ഞാൻ വനവാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് രാജ്യം ഏറ്റെടുക്കാമെന്ന് പറയുകയും അങ്ങനെ തുടർന്ന് ഭരതൻ്റെ പൂർണ്ണത അവിടെയാണ്. ആ ഭരതൻ പറയുന്നുണ്ട്, അന്യ ദിവസം ഉഷസി, പിറ്റത്തെ ദിവസം രാവിലെ
മന്വബ്ധപൂർണ്ണത്തിൽ അങ്ങേ വന്നില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. അതുകൊണ്ട് ഞാൻ അതുവരെ നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കും. പക്ഷേ അങ്ങയുടെ പാതുകം എനിക്ക് വേണമെന്നാണ്. അങ്ങനെ ആ പാതുകം വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയാണ്. ഇതിലൂടെ ഭരതൻ്റെ മഹത്വം, ശ്രീരാമൻ്റെ മഹത്വം, ലക്ഷ്മണൻ്റെ മഹത്വം, പിതൃവാക്യത്തിൻ്റെ പ്രാധാന്യം, മാതൃവാക്യത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് രാമായണത്തിലെ തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഹേതദ്ധി രാമായണം.